മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്രം. പദ്ധതിയെ സർക്കാരിന്റെ ചെലവ് നിയന്ത്രണ സംവിധാനമായ പ്രതിമാസ പാദവാർഷിക പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം വരിഞ്ഞു മുറുക്കിയത്. ഇത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുകയും തൊഴിൽ ദിനങ്ങൾ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കുന്ന തുക വാർഷിക വിഹിതത്തിന്റെ 60% നിയന്ത്രിക്കും. ഇത്രയും കാലം ആവശ്യാനുസരണം ഫണ്ട് ചെലവഴിക്കാനാവുന്ന പദ്ധതിയായാണ് നിശ്ചയിച്ചിരുന്നത്. പദ്ധതിയുടെ ഫണ്ട് താഴെത്തട്ടിലെത്തുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രതിമാസ പാദവാർഷിക ചെലവ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെയും ധനകാര്യ മന്ത്രാലയം ഉന്നയിച്ചിരുന്നെങ്കിലും ഗ്രാമവികസന മന്ത്രാലയം എതിർത്തിരുന്നു. എന്നാൽ ധനമന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടതോടെ ഗ്രാമവികസന മന്ത്രാലയം വഴങ്ങി. മന്ത്രാലയങ്ങൾ അനിയന്ത്രിതമായി പണം ചെലവിടുന്നതും വായ്പയെടുക്കുന്നതും തടയുന്നതിനായി 2017 ധനകാര്യ മന്ത്രാലയം പ്രതിമാസ പാദവാർഷിക ചെലവ് പദ്ധതി കൊണ്ടുവന്നത്. ആവശ്യാനുസരണം പണം നൽകേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വഭാവം മൂലം തൊഴിലുറപ്പ് പദ്ധതിയെ അതിന്റെ ഭാഗമാക്കാൻ പറ്റില്ലെന്ന് ഗ്രാമവികസന മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഒഴിവാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പദ്ധതിയുടെ വാർഷിക വിഹിതത്തിന്റെ 60% 86,000 കോടി രൂപ വരെ ചെലവഴിക്കാനാണ് ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ കുടിശ്ശിക ബാധ്യത മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 21,000 കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വിഹിതത്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ബാധ്യതകൾ തീർക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത്. ഇതോടെ ഈ വർഷം പദ്ധതിക്ക് കീഴിലുള്ള തൊഴിൽ ദിനങ്ങൾ കുറയും. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ സുപ്രധാന പദ്ധതിയായാണ് ദേശീയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2006-7 രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 200 ഗ്രാമീണ ജില്ലകളിൽ UPA സർക്കാരാണ് പദ്ധതി ആരംഭിച്ചത്. 2007-8 130 ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും 2008-9 രാജ്യവ്യാപകമായി നടപ്പാക്കുകയും ചെയ്തു. കോവിഡ് കാലത്ത് 7.55 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് പദ്ധതിക്ക് കീഴിൽ ജോലി ലഭിച്ചു. ലോക്ക്ഡൌൺ സമയത്ത് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് പദ്ധതി സുപ്രധാന രക്ഷയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.